പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. ചായ കുടിച്ചോ? രണ്ടെണ്ണോ? വാ, രണ്ടപ്പം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് വലിയ സംഭവം തന്നെയാണ്. കാരണം ഞങ്ങൾ അരപ്പൊട്ട് പോലും മുഴുവൻ കഴിക്കാറില്ല അല്ലേ? അമ്മ രാവിലെ തന്നെ ചൂലൊക്കെ ഉണ്ടാക്കി, കഴുങ്ങിൻ്റെ പട്ട കൊണ്ട് ഉണ്ടാക്കിയ ചൂലാണ്. അത് ഇന്നലെ രാത്രി ഉണ്ടാക്കിയത് കൊണ്ട് പിന്നെ ഞാൻ വല്ല മൈൻഡാക്കിയില്ല. എന്ത് ചൂലോ? ആ, ചൂല് വിൽക്കപ്പെടും. ഇത് കൊണ്ടുപോകുക വിൽക്കന്നെ. അതായത് കഴുങ്ങിൻ്റെ പട്ട കൊണ്ട് ഉണ്ടാക്കുന്ന ചൂലാണത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളുടെ വീടിൻ്റെ അകത്തടിച്ചു വരാൻ, വീടിൻ്റെ അകത്ത് വല്ലാതെ കറുമ്പ് കുറുമ്പൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പൊടികളൊക്കെ വേഗം മാറ്റി കിട്ടും. ഉണങ്ങിയ പട്ട കൊണ്ട് ചൂടുണ്ടാക്കാൻ വെക്കോ? ഇപ്പൊ കണ്ട ഇപ്പൊ ഞാൻ അച്ഛൻ്റെ സമയമല്ലല്ലോ. നമുക്ക് പിന്നെ ഉണ്ടാക്കി വെച്ചതാ. നിർത്തണ്ട് ഉണ്ടാക്കി വെച്ചതാണ് പോലെ. എവിടേക്കോ ഉണങ്ങിയ പട്ട കൊണ്ട്. ഇതെന്താ സാധനം? എൻ്റെ കയ്യത്തെ എന്താ ചൂലല്ലേ? അതിൻ്റെ ഒന്നിനെന്താ പറയാ? ഇതിനൊന്നിനെന്താ പറയാ? ഓക്കെ, നമ്മളെ മീൻപിടുത്തക്കാർ പ്ലേയേഴ്സാണ് പോണതൊക്കെ. പണിക്ക് പോകണം. വാട്സാപ്പിലാണ് ചായ ടൈം, ടീ ടൈം ലൈറ്റ്. ഓ, കലക്കി പാർന്ന അപ്പം അതിലേക്ക് മീനുണ്ടാവും. ലാപ്ടോപ്പിൽ റേറ്റിംഗ് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. ആഹാ, ഇവിടെ നല്ല കളിയിലാണ്. ഷീറ്റൊക്കെ വിരിച്ച് അവളെ സ്റ്റൗവൊക്കെ ഉണ്ട്. എന്തുണ്ടാക്കണേ? ചട്നിയാ? കറുത്ത ചട്നിയാണല്ലേ? എവിടുന്നാണോ വാരി കൊണ്ടുവരണേ? അങ്ങനെ ഞാൻ ഇറങ്ങുവാണ്. സമയം എത്രയായി? 9 രൂപ ആയില്ലേ? 9 രൂപ ആയി. തരാ തന്നെയാണ് എൻ്റെ സമയം എന്ന് പറയുന്നത്. ഞാൻ 9 മണി 9:30 ആവും ഇറങ്ങാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നുമല്ല, നേരത്തെ ചെന്നിട്ടൊന്നും കാര്യമില്ല. നമ്മൾ സാധാരണ ആദ്യമൊക്കെ ഞാൻ വെറും നേരത്തെ പോയിരുന്ന ആളായിരുന്നു കേട്ടോ. കാരണം അന്ന് യൂട്യൂബ് പരിപാടികളൊന്നുമില്ല. അന്ന് നമ്മളെന്തായാലും നേരത്തെ പോവാന്നുള്ളത് ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. അത് നമ്മൾ സ്റ്റാൻഡിലേക്ക് നേരത്തെ എത്തും. അവിടെ ഞങ്ങൾ കുറച്ച് പേരുണ്ടാവും. ഞങ്ങൾ എന്നിട്ട് ഒരു 9:30 ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയിട്ടുണ്ടാവും ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ഇപ്പോൾ യൂട്യൂബ് പരിപാടിയൊക്കെ ഉണ്ടായി, നൈറ്റിൽ എഡിറ്റിങ് പരിപാടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം നീക്കാൻ നേരം വഴുകും. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ സമയം 9-9:30 ആയിട്ട് മാറി. 9:30 അപ്പുറം ഞാൻ വിടാറില്ല പരമാവധി. അപ്പോൾ ചെങ്ങന്മാരെ, നമ്മൾ ലൈനിക്ക് പോലും എത്തിയിട്ടില്ല. നമ്മൾക്ക് ആദ്യത്തെ ട്രിപ്പ്, അതായത് കൈനീട്ടം കിട്ടിയിരിക്കുവാണ്. കൈനീട്ടം എന്ന് പറയുന്നത് നമുക്ക് 70 രൂപയുടെ ട്രിപ്പായിരുന്നു കിട്ടിയിരുന്നത്. ഞാനിങ്ങനെ സ്റ്റാൻഡിലേക്ക് പോവുമായിരുന്നേ. സ്റ്റാൻഡിലേക്ക് അങ്ങാടിയിൽ നമ്മൾ സാധാരണ ഇറങ്ങുമല്ലോ, നമ്മുടെ പോക്കറ്റ് റോട്ടിൽ നിന്ന് അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുമായിരുന്നു. പക്ഷേങ്കിൽ അപ്പോഴേക്ക് 2 ചേച്ചിമാര് പൂവ് ചോദിച്ച് കയറി. അതിൽ ഒരാളെ കയറിയുള്ളൂ. അപ്പോൾ ഒരാളെ ഞാനിവിടെ വാണിയമ്പലത്ത് കുറച്ചപ്പുറമായിട്ട് കൊണ്ടുവന്ന് വിട്ട് 70 രൂപ പോയിന്റ് ആയിരുന്നു. 70 രൂപ മേടിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മൾ ലൈനിക്ക് പോലും എത്താതെ നമ്മൾക്കൊരു കൈനീട്ടം കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര സംഭവമാണ്. ഇനി നമ്മൾ നേരെ ലൈനിക്ക് ഇപ്പോൾ നമ്മൾ ബൂസ്റ്റായി, മനസ്സിലായോ? എന്നാൽ പിന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മളുടെ ഓട്ടോ സ്റ്റാൻഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാൽ പോലും അറിയാത്ത ആളുകളുണ്ടെങ്കിലേ പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അവിടേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കുന്ന ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വേണം പോയത് സ്കൂട്ടി. ഓക്കെ, പോട്ടെ, പോണവർക്ക് പോവാം. എല്ലാവരും അടക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കല്ലേ, ഞാൻ ശ്രദ്ധിച്ചാൽ എനിക്കല്ലേ. എനിക്ക് മാത്രം, നിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും നല്ലേ. ഓക്കെ, 10:30 ഫസ്റ്റ് ഗ്യാപ്പ്. സ്റ്റാൻഡിൽ നിന്നും വാണിയമ്പലം അമ്പലപ്പടി അക്കുമ്പർ പൂങ്ങോട് ഭാഗത്തേക്ക് പോകുന്നൊരു ബസ്. അതുപോലെ തന്നെ ജനത ഇറങ്ങുന്നുണ്ട് പെരിന്തൽമണ്ണയിലേക്ക്. അപ്പം അങ്ങനെ ബസ്സുകളൊക്കെ ഇറങ്ങുന്നു. എനിക്ക് വേണ്ട ആളുകൾ എപ്പോഴാണ് അവ ഇറങ്ങുന്നത്. എന്തായാലും ഞാൻ വെയിറ്റിങ്ങിലാണ്. നമുക്കൊരു കോള് വരുന്നുണ്ട്. ഫോൺ ട്രിപ്പ് ആവില്ല, എന്നാലും ഫോൺ ട്രിപ്പല്ല, നേരെ നണ്ടൻ. പുഴക്കരയിൽ ക്യാമ്പ് ചെയ്തെന്ന് തുടങ്ങിയതാണ് വാച്ചിന് ഒരു പ്രശ്നം. ചില നേരത്തെ ഓടും, ഇപ്പോൾ ഓടുന്നുണ്ട്, ചില നേരത്തെ ഓടില്ല. ഇപ്പോൾ സമയം കാണിക്കുന്നത് 2:30 പക്ഷേ എങ്കിൽ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 10:05. അപ്പോൾ ഞാൻ വാച്ച് ഒന്ന് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ലൈനിൽ വണ്ടികളൊക്കെ അനങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ. 10:05 നമ്മൾ പിന്നെ ഒരു ലോക്കൽ പോലും കിട്ടിയില്ല, അത് വേറെ വിഷയം. വച്ച് കിടക്കാരാ
രൂപയുടെ ലോക്കല് നമുക്ക് 10:37 കിട്ടിയത്, 36 കിട്ടിയിട്ടുണ്ടാവും. 1 മിനിറ്റ് കൊണ്ട് തീരുന്ന ട്രിപ്പായിരുന്നു അത്. ഒരൊറ്റ മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു ട്രിപ്പ്. വണ്ടൂർ ടൗൺ തന്നെ, ഒക്കെ വലിയ ദൂരമൊന്നുമില്ലേ. എന്നാലും നല്ല നല്ല ലോക്കല് ഇങ്ങനത്തെയാണ് വേണ്ടത്. നമുക്ക് 1 കിലോമീറ്റർ കൂടി തികയാതെ കിട്ടുന്ന 30 ആണ് ഞാൻ പറയാറുണ്ട്, വളരെ ഗുണം ചെയ്യുന്ന 30. പിന്നെ കയ്യിൽ വാച്ചില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഇവർക്കാർക്കലൊക്കെ മടങ്ങി പോരണം. അങ്ങാടിയിലേക്ക് ഉണ്ടെങ്കിൽ കയറിക്കോട്ടാ, വെറും 10 രൂപ. പൊതുവെ അങ്ങാടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആളുകളൊക്കെ വളരെ കുറവാണ്. വണ്ടികളുണ്ട് ഇഷ്ടം പോലെ. എല്ലാവരും അവനാ വണ്ടി കൊണ്ടൊക്കെ ഇങ്ങനെ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല. പക്ഷെങ്കിൽ ഇന്ന് നമുക്ക് ഓടിപ്പിടിക്കുക എന്നുള്ള ടാസ്ക് തന്നെയാണ്, മനസ്സിലായോ? എന്നും ടാസ്ക്കാണ്. ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. കിട്ടും നമ്മൾക്ക് ഇന്നൊരു 2,200 ട്രിപ്പ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. നമ്മൾ ഉണ്ട് തന്നെ കരുതിയാൽ മതി, അപ്പം നമുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന റോഡ് എന്ന് പറയുന്നത് പെരിന്തമണ്ണ ഭാഗത്തുനിന്ന് വരുന്ന റോഡാണ്. ഇത് ഞങ്ങളുടെ നാലുകൂടി ജംഗ്ഷൻ. നേരെ പോയി കഴിഞ്ഞാൽ നിലമ്പൂര്, റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ കാളികാവ് റോഡ്, ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ മഞ്ചേരി റോഡ്, മഞ്ചേരി ഭാഗത്തേക്ക്. ഇത് കാളികാവ് ഭാഗത്തേക്കാണ് ഞാൻ തിരിഞ്ഞത്. കാളികാവ് ഭാഗത്താണ് എൻ്റെ വീടുള്ളതും എൻ്റെ ഓട്ടോ സ്റ്റാൻഡ് ഉള്ളതും എല്ലാം. ഇവിടെയാണ് ഞങ്ങളുടെ ഒരു ബസ് സ്റ്റാൻഡ് ഈ റോട്ടിനാണുള്ളത്. ഈ റോട്ടിൽ നിലമ്പൂർ റോട്ടിനും പറയാം. ഇന്നത്തെ നമ്മളുടെ ആദ്യത്തെ ഫോൺ ട്രിപ്പ്. കഴിഞ്ഞ ദിവസം നമുക്ക് ഫോൺ ട്രിപ്പ് തന്നെ കിട്ടിയിട്ടില്ല. ഇന്നൊരു ഫോൺ ട്രിപ്പ് വന്നിട്ടുണ്ട്. ഫോൺ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ലോക്കൽ തന്നെ, നാട്ടിൽ പോയിട്ട് അവരെ ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുവരാനാണ്. അങ്ങനെ പോയി കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ 40 രൂപയാണ് വാങ്ങിക്കാറ്. അത് ചിലപ്പോൾ 30 തരുന്നവരുണ്ട്, 40 തരുന്നവരുണ്ട്. 40 അങ്ങനെ ആരും തരില്ലൊന്നുമില്ല. നമ്മൾ ചോദിച്ചു നോക്കും, തരുവാണെങ്കിൽ വാങ്ങും. 30 അധികം തരുള്ളൂ. ഓരോ കണക്കിൽ ഇപ്പം എന്താ വെച്ചാല് നമ്മൾ ഇവിടെ അങ്ങാടിയിൽ നിന്ന് പോലെ അങ്ങോട്ട് കൊണ്ടുവിടുന്നതും അവിടെ വന്ന് അങ്ങാടിയിലേക്ക് എടുക്കുന്നതും ഒക്കെ ഒരേ ദൂരല്ലേ എന്നുള്ളതാണ്. പക്ഷേങ്കിൽ ഞങ്ങളുടെ കണക്ക് എന്താ വെച്ചാൽ ഞങ്ങൾ അങ്ങാടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ആളില്ലാതെ, വണ്ടിയിൽ ആളില്ലല്ലോ, ആളില്ലാതെ നമ്മളിങ്ങനെ പോവാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് മടക്കല്ല, അവിടെ നിന്നിട്ട് നമ്മൾ ആളായിട്ട് പോരുന്നത്. അങ്ങാടിയിലേക്ക് ആളായിട്ട് പോരുമ്പോൾ നമുക്ക് മടക്കല്ല. അതില് വേറെ ട്രിപ്പൊന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല. മറ്റേ നമ്മൾ ഇവിടുന്ന് അങ്ങാടിയിൽ നിന്ന് ഒരാളെടുത്ത് അവിടെ കൊണ്ടുപോയി ഇറക്കുമ്പോൾ ഇറക്കി റിട്ടേൺ വരുമ്പോൾ ഞങ്ങൾക്ക് വേറെ ട്രിപ്പൊക്കെ എടുക്കാം, വേറെ എന്തും ചെയ്യാം. പക്ഷെ ഇത് നമുക്കൊരു ലോക്കാ. ഇതവിടെ കൊണ്ടുപോയി അങ്ങാടി ഇടോളം ലോക്കാ. നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ്. തരുന്നവരുണ്ട്, തരാത്തവരുണ്ട്. നോക്കാം. ഓക്കെ. വണ്ടി കിട്ടിയിട്ടില്ലെങ്കിൽ എന്നെ തന്നെ വിളിക്കാം. വണ്ടി കിട്ടും. ഇവിടെ സ്റ്റാൻഡല്ലേ. ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഒരു സ്റ്റാൻഡിലേക്കാണ്. അത് ഞങ്ങളുടെ വേറെ സ്റ്റാൻഡ്, മണലിമ്മൽ ബസ് സ്റ്റാൻഡ് എന്നാണ് പറയാ. മണലിമ്മൽ ബസ് സ്റ്റാൻഡ്. ഈ സ്റ്റാൻഡിൽ നിന്നും നമ്മൾ പുറത്തേക്ക് പോകണം. അത് 40 രൂപ വാങ്ങിക്കേണ്ട വിഷയമുണ്ട്. അപ്പൊ ഞാനത് വാങ്ങി, ചോദിക്കാനും പറയാൻ നിന്നില്ല. 40 രൂപ വാങ്ങിയിട്ടുണ്ട്. ഒന്ന് തിരിഞ്ഞു കിട്ടണമല്ലോ ലൈനിക്ക്. ചവിട്ട് ശരിയാവോ? ഓ, താങ്ക് യു. അവിടെ നിന്ന് ഇപ്പൊ ഒരാള് വിളിച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഗ്യാപ്പില്ല. അവിടെ നിന്ന് ഒരാള് വിളിച്ചിട്ടുണ്ട്. പക്ഷേ പോകാൻ വേണ്ടിയിട്ട് ആ ബസ് പോയാലേ പോക്കടക്കുള്ളൂ. അപ്പൊ 11:56 കിട്ടിയത് നിംസ് ഹോസ്പിറ്റലിലേക്ക് 30 രൂപ. സമയം ഏറെ കുറെ ആയി. നമ്മൾ ആകെ 2-3 ട്രിപ്പ് എടുത്തിട്ടുള്ളൂ. ഞാൻ തുടക്കം കണ്ടപ്പോഴേ ഞാനിന്ന് തകർക്കും കരുതി. പക്ഷേങ്കില് 11 മണിന്റെ ആ ഒരു ലോക്കല് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്കൊരൊറ്റ ട്രിപ്പ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അങ്ങോട്ട് കുത്തിറന്നിട്ട് 1 മണിക്കൂറായി നമുക്കൊരു ലോക്കൽ കിട്ടാൻ വേണ്ടിയിട്ട്. എന്താ ചെയ്യാ? ഈ പണി ഉണ്ടല്ലോ, ഓട്ടം പറയണ സാധനത്തിനില്ലെങ്കിൽ ഈ പണി വെറുക്കും. നമുക്ക് വെറുക്കും ഇത് ഒരാഴ്ച എന്ന് പറയുമ്പോൾ നമുക്കൊരു ഞായറാഴ്ച ദിവസത്തെ ലീവ് ഒഴിവാക്കിയിട്ട് ബാക്കി 6 ദിവസം കൂട്ടാം. ഈ 6 ദിവസത്തിൽ ഒരു ദിവസം മാത്രം നമ്മളൊരു 6 രൂപയ്ക്ക് ഓടിയിട്ട് എന്താ കാര്യം ചോദിക്കുക? ഇതിന്റെ വണ്ടൂർ ടൗണിന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. എല്ലാ ടൗണും ഇങ്ങനെയാണ്, എല്ലാ നാട്ടിലെ ഓട്ടോ ഡ്രൈവർമാർക്കും ഓട്ടല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്റെ ടൗണിലെ ഞങ്ങളുടെയൊക്കെ ഒരു സാഹചര്യം, ഞങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ എങ്ങനെയാണ്, ബാക്കിയുള്ളവർക്കൊക്കെ എങ്ങനെയാണ് ആവട്ടെ. അവിടെയൊക്കെ ചിലപ്പോൾ ഓട്ടം ഉണ്ടാവാം. പക്ഷെ നമ്മൾക്ക് വളരെ മോശമാണ് പറഞ്ഞാൽ വളരെ മോശം. ഇപ്പൊ അടുത്ത ഞാൻ 6 രൂപയ്ക്ക് ഓടിയ ഒരു ദിവസം ഞാൻ മറന്നുപോയി. അതും പോരാത്തോണ്ട് ടൗണിൽ അനാവശ്യ ബ്ലോക്കാണിത്. ഞാനും എന്റെ സ്റ്റാൻഡും തമ്മിൽ ഇപ്പൊ 300 മീറ്ററിന്റെ വ്യത്യാസമുണ്ട്. ഈ ബ്ലോക്കും കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴേക്ക് സമയത്രവും കഴിഞ്ഞിട്ടാ. ആ സമയവും കഴിഞ്ഞ് നമ്മൾ ലൈനിൽ കയറി അടുത്തൊരു ട്രിപ്പ് കിട്ടുമ്പോഴത്തേന് ചുരുങ്ങിയത് 1.5 മണിക്കൂർ. അതൊരു 30 രൂപേന്റെ ലോക്കലായിരിക്കാം.
ബ്ലോക്കിൽ തന്നെയാണ്. പക്ഷേ ഞാൻ ലൈനിക്ക് കയറിയുന്നുണ്ട്. ലൈനിക്ക് കയറിയിട്ട് ഞാൻ ലൈനിൽ നിന്ന് ഇറങ്ങിയതാണ്. നമുക്കൊരു ഫോൺ ട്രിപ്പ് വന്നിട്ടുണ്ട്. ആ ഒരു ഫോൺ ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആ ഫോൺ ട്രിപ്പ് ആണെങ്കിൽ ബ്ലോക്ക് ഫുള്ള് കടന്നു പോകണം. എന്നിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് വീണ്ടും ഈ ബ്ലോക്ക് കൂടെ തന്നെ ഇങ്ങോട്ട് തന്നെ പോരേണ്ടി വരും. എങ്ങോട്ടും അറിയില്ല, പോയോക്കാം. അങ്ങനെയൊക്കെ ഒരു കഥ. എന്നാലും ബാക്കിൽ നിന്ന് ഒരു ഫോൺ ട്രിപ്പ് കിട്ടാറുള്ള രസമാണ്. ഏത് ട്രിപ്പ് ബാക്കിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ തള്ളാതെ കിട്ടുകയാണെങ്കിൽ രസമാണ്. ഈ സ്ഥലത്തിന്റെ പേരാണ് മരക്കുലം കുന്ന്. ഞങ്ങളിങ്ങനെ ഷോർട്ടായിട്ട് പെട്ടെന്ന് മരക്കലം കുന്ന് എന്ന് പറയും. മരക്കുലം കുന്ന് എന്നാണ് പോലോ ഇതിന്റെ പേര്. എന്തായാലും ഈ ഒരു മരക്കലം കുന്നിലേക്കാണ് നമുക്ക് ട്രിപ്പ് കിട്ടിയിരുന്നത്. ആ ഫോൺ ട്രിപ്പ് ഒരു 50 രൂപ മേടിക്കാവുന്ന ട്രിപ്പാണ്. നമ്മുടെ മുന്നിൽ സ്കൂട്ടി പോകണുണ്ടോ, അതിലെന്തൊക്കെയാ അറിയോ, ഇലകളാണ് ഫുള്ള്. ഇതിപ്പോ എന്തിനു തിന്നാൻ പറ്റും? പ്ലാവല്ലത്, മൂച്ചിന്റെ ഇലയാണ്. മാവിന്റെ ഇല, പതമരത്തിന്റെ ഇല, പിന്നെ വേറെ 1-2 ഇലകളൊക്കെ ഉണ്ട് വണ്ടിയിൽ. ഇതിപ്പോ ആടൊക്കെ തിന്നോ ഈ മാവിന്റെ ഇലയൊക്കെ? പ്ലാവിന്റെ പതമരത്തിന്റെ ഇലയൊക്കെ തിന്നോ? ആടല്ലേ ലക്ഷ്യം. എന്തായാലും അദ്ദേഹം വളരെ സാഹസികതയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബാക്കിലുള്ളത് മൂപ്പരിക്ക് ഒരു ടെൻഷൻ ഉണ്ട്. പിന്നെ കടത്തി വിടാൻ വേണ്ടിയിട്ട് ചവിട്ടിയതാണ് അവിടെ. കൊള്ളാം. ഈ ഒരു സ്ഥലം കണ്ടെങ്കിൽ അടിപൊളിയാണ്. നമ്മളെ അതിന്റെ വണ്ടൂരിൽ ഇതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മള് പാടത്ത് കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്ന ഭാഗങ്ങളെ ഒരുപാടുണ്ട്. സ്റ്റാൻഡിക്കോ നമ്മളെ കോയാക്കുണ്ട്, വെറ്റിലപ്പീടിയൊക്കെ നമ്മൾ വിളിച്ചോണം. പോയോക്കാം പീടിയക്കാരനെ. തക്കാളിക്ക് പെരുമ്പലെ തക്കാളിക്ക് 65 രൂപ. ഹോൾസെയിൽ റേറ്റ് 65. തക്കാളിക്ക് ഹോൾസെയിൽ റേറ്റ് 65. 2 തക്കാളി ചീഞ്ഞ കഴിഞ്ഞാ കായ് പോയില്ലേ? ചീഞ്ഞാലും പൊട്ടിയാലോ എന്നെ. ഇതാണ് നമ്മുടെ കോയാക്കാന്റെ പീടിയന്റെ ഗേറ്റ് തുറക്കട്ടെ. കൂടെ വാങ്ങി പെരേക്ക. ഓക്കെ, ഇത് കച്ചവടത്തിനല്ല, ഇത് ചോദിച്ച് വരണ്ട വരും. അതിനുള്ളൂ, മതി, കഴിഞ്ഞു. മതിയാണല്ല, കഴിഞ്ഞു. ഒരു 30 രൂപ വരട്ടെ, തരും. വെയിറ്റ് ചെയ്യാം. കോയാക്കാന്റെ പീടിയ. താങ്ക് യു. അടിച്ചു മോനെ, അടിച്ചു. വല്ലാത്ത ജാതി. അടിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരുതും ഒരു ലോങ്ങാണെന്ന്. വെച്ചെങ്കിൽ ലോങ്ങല്ല. പക്ഷെ എന്നാലും ഇജാതി കളിയായാലും മതി. എനിക്ക് ഇത്തരം കളികൾ എനിക്ക് ഇഷ്ടമാണ്. നമ്മളൊരു 30 രൂപ കോയാക്കാനെ കൊണ്ടുപോയി ഇറക്കിയിട്ട് നമ്മളൊരു 5 മിനിറ്റ് സ്റ്റാൻഡിൽ 5 മിനിറ്റ് നിന്നപ്പോഴേക്ക് നമ്മൾക്ക് നമ്മുടെ ബാക്കിൽ നിന്ന് ഒരു ഇക്ക വിളിച്ചിട്ട് വാണിയമ്പലത്തേക്ക് കൊണ്ടുവന്ന് വിട്ടു. അപ്പൊ പോരുന്ന പോരല്ല, അദ്ദേഹത്തിന്റെ ഒരു വെള്ളിമൂങ്ങ ഉണ്ട്, ഓട്ടോറിക്ഷ വെള്ളിമൂങ്ങ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് 2 മക്കള്, ഫൈസലും ഫിറോസ് എന്ന് പറഞ്ഞ 2 മക്കള് ഓട്ടോറിക്ഷയിലായിരുന്നു. നിനക്ക് അറിയോ ചോദിച്ചു. നിന്റെ സ്റ്റാൻഡിൽ ഓടിയെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇവരുടെ പേര് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായില്ല. കാരണം എന്താ വെച്ചാല് ഇവർക്ക് രണ്ടാൾക്കും ഒരു ചെറിയൊരു ഇരട്ടപ്പേരുണ്ട്. ആ പേരിലാണ് ഇവര് അറിയുന്നത്. പോക്കിരികൾ എന്നാണ് അവർ പറയാ ഞങ്ങള്. അപ്പോ ഇവരെ എനിക്ക് പെട്ടെന്ന് ഓടിയില്ല. അത് ഞാൻ പിന്നെ കുറെ നേരം ആലോചിച്ചപ്പോഴാണ് ഇവർ രണ്ടാളും ഫേസ്ബുക്ക് ഐ ഡി ഇങ്ങനെ ആലോചിച്ചപ്പോ അത് അവർ രണ്ടാളെ ഞാൻ പറയുന്നത്. പിന്നെ ഇപ്പാക്ക് വെള്ളിമൂങ്ങ ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അവരുടെ ഇപ്പാനാണ് ഞാൻ കൊണ്ടുവിട്ടത്. അദ്ദേഹം ഞങ്ങളുടെ ലൈനിൽ എത്രയോ വണ്ടികൾ ഉണ്ടായിരുന്നു. ബാക്കിൽ വന്നിട്ടാണ് വണ്ടി വിളിച്ചത്. കാരണം അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഒരു ചെറിയ ട്രിപ്പ് അല്ലേ, അതുകൊണ്ട് ബാക്കിൽ നിന്ന് വിളിക്കാൻ അദ്ദേഹം കരുതിയിട്ടുണ്ടാവാം. അതുകൊണ്ടാവാട്ടെ എനിക്ക് തോന്നുന്നത്. എന്താ അറിയില്ല. എന്തായാലും വളരെ സന്തോഷമുണ്ട്. നമുക്കൊരു 60 രൂപയോട് കിട്ടിയിരിക്കുവാണ്. ഇനി നമ്മൾ നേരെ വണ്ടൂർ ടൗണിലേക്ക് ഒന്നുകൂടി പോവാണ്. ഇനി ഒരു ട്രിപ്പും കൂടി എടുക്കാനുള്ള സമയം ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇപ്പൊ തന്നെ സമയം 1:01 ഈ 1:01 സ്ഥിതിക്ക് ഒരു ട്രിപ്പും കൂടി എടുക്കാൻ വേണ്ടി കഴിയുണ്ടാവുള്ളൂ. അല്ലാതെ പോണ വൈക്ക് നമുക്ക് ട്രിപ്പ് കിട്ടണം. ഇത്രയും നേരം ഞാൻ വർത്താനം പറഞ്ഞിങ്ങനെ പോകുന്നല്ലാതെ ആളുകളില്ലേ, റോട്ടിൽ നിൽക്കണ്ടേ? റോട്ടിലെ ആളുകളില്ലടേ. നല്ല പേരക്കല്ലേ, 1 കിലോ 100 രൂപ. ഒരു 50 റുപ്യക്ക് മതി. ആര്യമോൾക്ക് വലിയ കാര്യമാണ്. അപ്പോൾ ഞാൻ ഇവിടുന്നൊരു 50 റുപ്യൻ്റെ വാങ്ങിയിട്ടുണ്ട്. കൊള്ളാം, അടിപൊളി. പളനിയിൽ നിന്നും വന്ന സാധനമാണ്. പളനിയിൽ കൃഷി ചെയ്തിട്ട് അവിടെ നിന്നും നമ്മുടെ നാട്ടിലേക്ക് ഇവരെന്താ ചെയ്യണം അറിയോ? ഇവരിതിനൊരു ഹോൾസെയിലർ ഉണ്ടാവും. ഇദ്ദേഹം ഈ സാധനം എടുത്തിട്ട് അത് തോട്ടത്തിൽ നിന്ന് എടുക്കും. എന്നിട്ട് ഈ മൂപ്പര് തന്നെ ഒരു 4-5 പണിക്കാരെ ഇതിന് റെഡിയാക്കിയിട്ട്, 4-5 പണിക്കാരെന്നല്ല, ഒരു കുറെ പണിക്കാരുണ്ടാവും, റെഡിയാക്കിയിട്ട് ലൈനിൽ ഇറക്കി കൊടുക്കും. അതാണ് ഇവരുടെ പരിപാടി.
2.5 കോയണാണത്. ഒരു ലോക്കല് പോകണ്ട 2.5 കോയൺ. നമുക്ക് മുമ്പൊക്കെ 5 രൂപയുടെ ആവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. അന്നാണെങ്കിൽ നമ്മൾക്ക് മിനിമം 25 5 രൂപ കിട്ടുന്നില്ല. ഇപ്പൊ നമ്മൾക്ക് 5 രൂപയുടെ ആവശ്യം തന്നെ അല്ല. പക്ഷേങ്കിൽ ഇപ്പോ 30 രൂപ മിനിമം ചാർജ് വരെ ആളുകൾ ഒരു 5 കോയണും ചില്ലറകളൊക്കെ തരാറുണ്ട്. പക്ഷെ നമുക്ക് നോ പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ചില്ലറ വാങ്ങിക്കോളണം, നിർബന്ധമായിട്ട് വാങ്ങണം എന്നുള്ള നിയമമൊന്നുമില്ല. ചില്ലറ ആയതുകൊണ്ട് അങ്ങനെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിർബന്ധമായിട്ട് വാങ്ങിക്കോളണം എന്നൊന്നുമില്ല. പക്ഷെ എന്നാൽ നമ്മൾ വാങ്ങിക്കാറുണ്ട്. കാരണം ഓട്ടോറിക്ഷ അല്ലേ നമ്മള്. അപ്പൊ ആളുകളുടെ കയ്യില് എപ്പോഴാ നമ്മളൊക്കെ കയ്യിലാണെങ്കിലും 10 രൂപ ഇല്ലാത്ത എത്രയോ നിമിഷം, ഒരു വണ്ടിക്കൂലി കൊടുക്കാല്ലാത്ത എത്രയോ നിമിഷം നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരത്തില് ചിലപ്പോ ചില്ലറ ഇല്ലാത്ത പ്രശ്നമോ അല്ലെങ്കിൽ വേറെ പൈസ ഇല്ലാതെ വെറും ചില്ലറ മാത്രം ഉണ്ടാവുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവിടെ 2 നടക്കുന്നുണ്ട്, പക്ഷെ കിട്ടാൻ സാധ്യത കുറവാണ്. ഇവിടെ ഈ ഒരു ഇലക്ട്രിക് ഓട്ടോ കൊണ്ടുപോയി, അദ്ദേഹം കൊണ്ടുപോയി 1:30 ആയി സമയം. ഞാനപ്പൊ ഇനി ഭക്ഷണം കഴിച്ചിട്ട് വരാം. ടയറിന്റെ ചോട്ടുകട നീക്കുക, അങ്ങനെ കല്ല് വെക്കുക. ഇതൊരു ചെറിയൊരു പൊട്ട ആദ്യം കൊണ്ടുവന്ന് വെച്ചിരുന്നത്. അതുകൊണ്ട് എന്താ കാര്യം, ഇപ്പൊ 2 ഇപ്പൊ റെഡി പോട്ടെ. അച്ചാറെടുത്തോ? വണ്ടി പോല ചോറ് നട്ടോട്ടാ. നമ്മളെ ക്രിസ്മസ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. എൻ്റെ അടുത്തേക്കാൻ അയക്കണില്ല ഓള്. എന്താ ചെയ്യുന്നു? എന്തായാലും ഞാനിപ്പോ ഇറങ്ങുവാണ്. 2:50 സമയം. അങ്ങനെ ഒരു 1:30 ആയപ്പോഴല്ലേ വന്നേ നമ്മള്. പിന്നെ ഇനിയിപ്പോ ഇവിടെ കുത്തുന്നത് കുറച്ചു നേരം ഒന്നിങ്ങനെ ഓലപ്പിരുന്നു. ഓലപ്പിരിക്കല്ല, ഞാൻ പോയി കിടന്നു. വണ്ടി നിർത്താൻ ഗ്യാപ്പില്ലല്ലോ. നമ്മള് കാറായോ? ഒരു 9ാമത്തെ വണ്ടിയായിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ട്. എല്ലാവരും പോയോ? വീട്ടിൽ പോയതാ? ചോറിനാൻ പോയതായിരിക്കും എല്ലാവരും. നമ്മളിങ്ങനെ ചോറിന് വന്നു. ഉച്ചയ്ക്ക് ശേഷം കളി ഉണ്ടോ ഇല്ലയോ നോക്കാം. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ സമയം നോക്കാപ്പോ വാച്ച് ഇല്ലാത്തതുകൊണ്ടേ വാച്ച് ഇപ്പോൾ കിട്ടിയില്ല. 3:20, അതായത് 2:50 ഇറങ്ങി നമ്മളൊരു 2:55 സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടാവും. അപ്പൊ 25 മിനിറ്റ് ആയി. 25 മിനിറ്റ് ഞാനവിടെ ഇരിക്കുമായിരുന്നു സ്റ്റാൻഡില്, റെസ്റ്റിലായിരുന്നു. ഈ റോഡ് അടിപൊളി റോഡാക്കിട്ടാ. ഒരു കുണ്ടും കുയ്യായിരുന്നു ഈ റോഡ്. പൊട്ടംകുന്ന് എന്ന് പറഞ്ഞ സ്ഥലം. അത് പൊട്ടംകുന്ന്. ഈ പൊട്ടംകുന്നിലേക്ക് വരുമ്പോ പൊട്ടംകുന്ന് റോഡ് വളരെ മോശമായിട്ട് ഡ്രൈവർമാർക്കൊക്കെ ഒരു മടി ഉണ്ടായിരുന്നു വരാന്. പക്ഷെങ്കിൽ ഇപ്പൊ ഇനി മടിക്കാൻ വേണ്ടി പറ്റില്ല, റോഡ് ഉഷാറായി. ഇനി വരലറ് വേണ്ട. അപ്പൊ ഞാന് സ്റ്റാൻഡിൽ ഇരിക്കുമ്പോ 2 ചേട്ടന്മാർ വന്നിട്ട് ചോദിച്ചു, ഗൂഗിൾ പേ ഉണ്ട് ചോദിച്ചു. ഗൂഗിൾ പേ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് പോട്ടെ ടൗൺ സ്ക്വയർക്ക്. അത് 30 റുപ്യന്റെ ട്രിപ്പാണ് ടൗൺ സ്ക്വയർ. ഓക്കെ, കയറി നമ്മൾ നേരെ ടൗൺ സ്ക്വയർ പോയി. ടൗൺ സ്ക്വയർ പോലെ ഇറങ്ങലും 2 താത്താമാര് കയറിയിട്ട് പൊട്ടകുന്നമ്മൊക്കെ നാക്കി തരുമോ വെച്ചു. ഓലെ കൊണ്ട് നേരെ പൊട്ടകുന്ന്. 30 രൂപന്റെ ട്രിപ്പ് നമ്മൾ ഫസ്റ്റ് പോയത്. രണ്ടാമത് അവിടെ തന്നെ കിട്ടിയ ട്രിപ്പ് 40 രൂപ. അങ്ങനെ 70 രൂപയുടെ ട്രിപ്പാണ് നമുക്കിപ്പോ മൊത്തം കിട്ടിയത്. അപ്പൊ ഈ 70 രൂപയുടെ ട്രിപ്പ് നമ്മള് ദൂരം വെച്ച് നോക്കുമ്പോ 3.3 കിലോമീറ്റർ നമ്മൾ പോകുമ്പോഴാണ് 70 രൂപയുടെ ട്രിപ്പ് നമുക്ക് പൈസ നമുക്ക് കിട്ടുന്നത്. പക്ഷെങ്കിൽ ഇത് നോക്കുവാണെങ്കിൽ നമ്മളൊരു 300 മീറ്റർ ദൂരത്തേക്ക് ഒരു ട്രിപ്പ് പോയി 30 രൂപ. അവിടെ നിന്ന് പിന്നെ 2 കിലോമീറ്ററിന്റെ ട്രിപ്പും വന്നു. അപ്പോ 2.300, ആകെ 2 കിലോമീറ്റർ 300 മീറ്റർ നമ്മൾക്ക് 70 രൂപ കിട്ടി. അതാണ് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. നമുക്ക് കൂട്ടിക്കുളത്തി കിട്ടണം. അങ്ങനെ അതാണ് രസം. ചെങ്ങന്മാരെ ഒരു സ്രാവ് വന്ന് കൊത്തിയിട്ടുണ്ട്. മൊബൈലിലാണ് കൊത്തിയിരിക്കുന്നത്. കൊത്തെന്ന് പറഞ്ഞാല് ഒരു 85% കൺഫേംഡ് ആണ്. കിട്ടിയ ഞാൻ വരുന്നുണ്ട് അങ്ങ് രാമനാട്ടുകരയിലേക്ക്. രാമനാട്ട് എത്തണ്ടെന്നാ പറഞ്ഞത്. അതിന്റെ ഇടയിൽ ഏതോ സ്ഥലം പറഞ്ഞു എന്നോട്, കൊണ്ടോട്ടിക്കപ്പുറം. എന്തായാലും ഞാൻ വരും. കിട്ടൂല എന്നുള്ളത് നമുക്കൊരു 5:30ന്റെ ഉള്ളിൽ അറിയുള്ളൂ. ഒരു നമ്പർ അയച്ചതെന്ന് പറയണത്. ഈ ആളെന്ന് പറയുന്നത് ശബരി എന്ന് പറയുന്ന ഏട്ടനാണ്. അദ്ദേഹം നമ്മൾക്കൊരു യാത്രയിൽ ഓട്ടോ ആയിട്ട് യാത്ര ചെയ്തെന്നൊക്കെ നമ്മളൊന്ന് സ്പോൺസറൊക്കെ ചെയ്തായിരുന്നു. നല്ല സപ്പോർട്ടൊക്കെ ചെയ്ത ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ നമ്പർ അന്ന് തന്നെ സേവ് ആണ്. എന്നിട്ട് മൂപ്പര് വിളിച്ചാണ്ട് എന്നോട് അറിയുമെന്നൊക്കെ ചോദിച്ചു. അന്ന് തന്നെ സേവ് ആണ് നമ്പർ. അപ്പൊ അദ്ദേഹത്തിന്റെ കുട്ടികളെ ഒന്ന് അവിടെ കൊണ്ടാക്കാനുള്ള ദൗത്യമാണ്. അദ്ദേഹം നാളെ വിദേശത്ത് നിന്ന് വരുവാണ്. തീർച്ചയായിട്ടും കൊത്തിയ അങ്ങോട്ട് പോവാ. കൊത്തിയാണ് കിട്ടിയ അങ്ങോട്ട് പോവാ. ഇല്ലാതാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കൊത്തിയും വരലും അടിക്കാം. സ്രാവ് മിസ്സായി. നോക്ക, നമ്മളുടെ സ്രാവിനെ പിടിക്കുമ്പോഴേക്കേ നമുക്ക് പറ്റുന്ന മാതിരി ഉള്ള ലോക്കലുകളൊക്കെ ഓടാം. സ്രാവിനെ എന്തായാലും പിടിക്കും നമ്മള്. സ്രാവ് ഉണ്ട്, അതുണ്ട് ഉറച്ച് ഫിക്സ്ഡാ. അതല്ല ചെങ്ങന്മാരെ. അപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ആ ഒരു ട്രിപ്പ് സ്രാവിനെ പിടിക്കാൻ വേണ്ടിട്ട് പോവാണ്ട. അത് നമ്മള് കരയിൽ കയറ്റിയിട്ടില്ല. നമ്മളത് എടുക്കാൻ വേണ്ടിട്ട് പോവാണ്. ഇപ്പൊ സമയം എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് 4:22 ആയിട്ടുണ്ട്. 4:22 സമയം. ഇത് നമ്മൾ ഇവിടെ നിന്നൊരു
70 രൂപ പോയിന്റിൽ അല്ലെങ്കിൽ ഒരു 3 കിലോമീറ്റർ അപ്പുറം പോയിട്ട് വേണം ഈ ഒരു ട്രിപ്പുകാരെ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി, അവരെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മള് രാമനാട്ടുകര കോഴിക്കോട്ടേക്ക് പോകേണ്ടത്, മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പൊ കിലോമീറ്റർ നോക്കില്ല, നമ്മൾ അവിടെ എത്തിയിട്ട്, അതായത് ഇവരുടെ വീട്ടിലെത്തിയിട്ട് ഇവര് വണ്ടി കയറുമല്ലോ, അവരുടെ വീട്ടിൽ നമ്മൾ നോക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്ക് വരാനുള്ള വഴി ഇങ്ങനെ തന്നെയാണ്, ഈ റൂട്ടാണ് നമ്മൾ തിരിച്ചു വരാനുള്ളത്. അപ്പൊ എന്റെ വണ്ടിയിലേക്ക് ഒരു 300 രൂപയുടെ എണ്ണ കയറ്റണം. ഞാൻ രാവിലെ 200 രൂപയ്ക്ക് അടിച്ചതായിരുന്നു. അതുകൊണ്ട് നമുക്ക് പോയി വരാൻ വേണ്ടി പറ്റില്ല. യാത്രക്കാരെയും കൊണ്ട് ഇടയിൽ വെച്ച് എണ്ണ അടിക്കാന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. അപ്പൊ അത് ശരിയല്ല. അപ്പൊ ഞാന് കയ്യിലെ പൈസ ഉപയോഗിച്ചിട്ട് ഇവിടെ നിന്ന് പെട്രോൾ പമ്പ് കേട്ടൊരു 300 രൂപയുടെ എണ്ണ അടിക്കട്ടെ. ഇനി നമ്മൾക്ക് എവിടെ നിന്നാണ് ഒരു ഷോട്ട് എടുക്കാൻ പറ്റിയറിയില്ല, ഞാൻ കാണിക്കാം. ഓക്കെ, നമുക്ക് ഇവന്റെ ട്രിപ്പാണ് കേട്ടാ. എന്റെ പേരെന്താ? പാച്ചു. പാച്ചുവിന്റെ ട്രിപ്പാണ്. ആ പാച്ചുവിന്റെ ഏട്ടനാരാ? തക്കുടു ആക്കണ പായാണ്. തക്കുടു ക്യാമറ ഉണ്ടപ്പോ പാഞ്ഞു. നീ വേറെ ഒരാളും കൂടി ഇല്ലേ? അപ്പൊ അനു അനുവിന്റെ വീഡിയോ എടുത്തു. ഇവിടെ പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാ പോവാ, കഴിഞ്ഞാ? ചെങ്ങൈമാരെ ആ ഒരു ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. 6:40 ആ ട്രിപ്പ് അവസാനിച്ചത്. നമ്മൾ ഏതാണ്ട് 4:40 റേഞ്ചിലൊക്കെ തന്നെ കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. ഓക്കെ. അപ്പൊ പിള്ളേരെ അവിടെ ഇറക്കിയിട്ടുണ്ട്. ഇത് കുറച്ച് ഉള്ളിലേക്കാണ് പോകുന്നിട്ടാണ്. എന്താ പറയാ, പുളിക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കൊണ്ടോട്ടി കഴിഞ്ഞിട്ട്. അവിടെ നിന്ന് ഉള്ളിലോട്ട് കുറെ കയറി പോരണം. ഒരു മലയൊക്കെ കയറി ഇറങ്ങാണ്ടെങ്ങന്മാരെ നമ്മളെ, അതായത് അവരുടെ വീട്ടിൽ നിന്നും നമ്മൾ അവരെടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്ക് 52 കിലോമീറ്റർ ആണുള്ളത്. ഈ 52 കിലോമീറ്ററിൽ 52 കിലോമീറ്റർ, അതായത് 52 × 22.50 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1170 രൂപയുടെ ട്രിപ്പാണിത്. അതൊന്ന് മനസ്സിലാക്കണം. നമുക്ക് ഒറ്റ ട്രിപ്പാണ് 1200, 1270 റുപ്യ കിട്ടിയത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓടി നമുക്ക് കിട്ടില്ല അല്ലെ? അതൊക്കെയാണ് ഞാൻ പറയല്. ഈ 1170 രൂപയാണ് ട്രിപ്പ് വാടകയെങ്കിലും എനിക്ക് 1250 രൂപ തന്നിട്ടുണ്ട് കേട്ടോ. മെയിൻ റോഡിലേക്ക് കയറി. ഈ ഒരു സ്ഥലത്തിന്റെ പേര് ശരിക്ക് ഐക്കരപ്പടി എന്നാട്ടാ. പുളിക്കലിലേക്ക് ഇനി നമുക്ക് കുറച്ചുകൂടി പോകണം. ഇത് ഐക്കരപ്പടി എന്ന് പറയുന്ന സ്ഥലമാണ്. പിന്നെ അത് മാത്രല്ല, നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോ ഈ മോങ്ങത്ത്, കൊണ്ടോട്ടിയിലും മോങ്ങത്തും നമ്മൾക്ക് നല്ല ടൈറ്റ് ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്ക് എന്താ അവസ്ഥ അറിയില്ല. പോകുന്ന വഴിയിൽ ഒരു ചായ കൂടി കുടിക്കണേക്ക്. കാരണം ഈവനിങ് ചായ കുടിച്ചിട്ടില്ല, അതിൻ്റെതായിട്ടുള്ള എനർജി കുറവുണ്ടെങ്കിൽ. കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ വേണമെങ്കിൽ അതിലെ പോവാം. പക്ഷേമെങ്കിൽ ഞാൻ ഇതുവഴിയാണ്, ഞാൻ വണ്ടൂരിലേക്കാ. ഞാൻ വിദേശത്തേക്കില്ല ഇപ്പൊ തൽക്കാലം ഞാൻ വണ്ടൂർ കളിക്കട്ടെട്ടാ. അങ്ങനെ നമ്മൾ കൊണ്ടോട്ടിയുടെ നഗരവീതിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് സ്ഥിരമായിട്ട്, അതായത് നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളുണ്ട്, അദ്ദേഹം സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോക്ക് കമന്റ് ചെയ്തു. കൊണ്ടോട്ടിക്കാരൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രൊഫൈലിന്റെ പേര് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം അങ്ങനെ തന്നെയാണ് കമന്റ് ചെയ്താറ്, കൊണ്ടോട്ടിക്കാരൻ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ എത്തിയപ്പോ അദ്ദേഹത്തെ ഒന്ന് ഓർത്തുട്ടാ. ആ ചെങ്ങായി, ഞാനങ്ങനെ വണ്ടൂർ ടൗണിൽ എത്തിയിട്ടുണ്ടാ. 8:30 ഞാനിവിടെ എത്തിയിട്ടുണ്ടേ. ഞാൻ പക്ഷെ സ്റ്റാൻഡിലൊന്നും നിൽക്കുന്നില്ല. നമുക്ക് കുറച്ച് സാധനം വാങ്ങണം, വീട്ടിലേക്ക് പോകണം, വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട്. ലേറ്റ് ആയി പോവാ. ഞാൻ 7 മണിക്ക് നിർത്തണമെങ്കിൽ പരിപാടി പറഞ്ഞു. ഏതായാലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് ഓടാടാ. ഇവിടെ കുത്തിരിക്ക. ഇതിലുണ്ട് പേരക്ക മുറിച്ചണം. ചൂരിപ്പണി എടുത്ത് വാങ്ങിയോ? പേരക്ക വേണ്ടേ? പിന്നെന്താ വേണ്ടേ? പേരക്ക വേണ്ട പോലെ എന്താലേ ഒറ്റടിക്ക്. അപ്പോ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ഓട്ടം അതിഗംഭീരമായുള്ള ഓട്ടം. കിട്ടുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരെണ്ണം കിട്ടിയാൽ മതി, കാര്യങ്ങൾ ക്ലിയർ ആവും. 1740 രൂപയ്ക്ക് അന്ന് ഓടി. എന്തല്ലേ ഇതൊക്കെ അല്ല ഓട്ടം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ. ചില ദിവസം ഇങ്ങനെ കിട്ടും. ഇതിപ്പോൾ 2 ദിവസം ഓടിയാൽ പോലും 1240 കിട്ടില്ല. 2 ദിവസമെങ്കിലും ഓടണം, എന്നാലും തികയൊക്കെ അറിയില്ല. അങ്ങനെയാണ് ഇവിടുത്തെ ഓട്ടത്തിൻ്റെ അവസ്ഥ. എന്തൊക്കെയായാലും ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തല്ലേ വേണ്ടി ഞാൻ പിന്നെ വരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.